ഒരു ജെസ്യൂട്ട് വൈദികന്റെ വേറിട്ട പ്രതിഷേധത്തിനൊടുവിൽ മുട്ടുമടക്കി ഭരണകൂടം. ഇന്തോനേഷ്യയിൽ നടന്ന സംഭവം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. യോഗ്യകാർത്തയിലെ ചരിത്രപ്രസിദ്ധമായ ഇഗ്നേഷ്യസ് കോളേജ് കോമ്പൗണ്ടിന് സമീപമുള്ള മാലിന്യക്കൂമ്പാരത്തിലാണ് വേറിട്ട പ്രതിഷേധം നടന്നത്. തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഭരണകൂടം വിസമ്മതിച്ചതിനെ തുടർന്നാണ് ജെസ്യൂട്ട് ദൈവശാസ്ത്ര അധ്യാപകനായ ഫാദർ അൻഡലാസ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് മാലിന്യ കൂമ്പാരത്തിന് മുകളിൽ കിടന്ന് പ്രതിഷേധിച്ചത്. കോളസ് സാന്റോ ഇഗ്നേഷ്യസ് റെസിഡൻഷ്യൽ ഹൗസിന് പുറകിലും സനാതധർമ്മ സർവകലാശാലയുടെ 5ാമത്തെ ക്യാമ്പസിന് സമീപവും കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നാളുകളായി നീക്കം ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിഷേധം വീഡിയോ റെക്കോർഡ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പങ്കിടുകയും ചെയ്തു. സനാതധർമ്മ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാറ്റക്കിസ്റ്റ് വിദ്യാർത്ഥിയായ വിയാനും വൈദികനോടൊപ്പം ചേർന്നു. സംഭവം വൈറലായതോടെ ഇന്തോനേഷ്യൻ പരിസ്ഥിതി മന്ത്രി ഫനീഫ് ഫൈസൽ പ്രദേശം സന്ദർശിക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികാരികൾക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. പ്രതിദിനം 300 ടൺ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ 180 ടൺ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനമേ ഇപ്പോൾ നിലവിലുള്ളൂ. എന്നാൽ കൃത്യമായി നീക്കം ചെയ്താൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. മാലിന്യ സംസ്കരണത്തിൽ ഇന്തോനേഷ്യ നേരിടുന്ന വെല്ലുവിളികൾ വെളിച്ചത്ത് കൊണ്ടുവന്ന ഈ സംഭവം ഭാവിയിൽ ഇത്തരം കെടുകാര്യസ്ഥതകൾ ഉണ്ടാവാതിരിക്കുന്നതിനുള്ള തീരുമാനങ്ങളിലേക്ക് വഴിതെളിച്ചതായി പറയപ്പെടുന്നു. താൽക്കാലിക ശുചീകരണം നടത്തിയെങ്കിലും വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരം കാണുക എന്നത് സർക്കാർ നേരിടുന്ന വെല്ലുവിളിയാണ്. ഏതായാലും വൈദികന്റെ വേറിട്ടുള്ള പ്രതിഷേധം ഫലം കണ്ടതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ.